ഒരുപക്ഷെ സിനിമയും നാടകവും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കൊല്ലത്തേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് സംശയം തോന്നാം. നല്ല കാര്യം. കൊല്ലം അല്ലെങ്കിലും നാടകത്തിൻ്റെ തടവാടാണ്. കഥാപ്രസംഗത്തിൻ്റെയും മറ്റെല്ലാ കലയുടെയും. നാടകം ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ചിട്ടുള്ള കേരളം മൊത്തത്തിൽ നടക്കുന്ന നാടകോത്സവം, അമച്വർ നാടക മത്സരത്തിന് ദക്ഷിണ മേഖലാ നാടക മത്സരം നടക്കുന്നത് കൊല്ലത്ത് തന്നെ, കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട സാംസ്കാരിക കലാകേന്ദ്രമായ നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം ആദിത്യനഗറിലുള്ള നീരാവിൽ വെച്ചാണ്, കൊല്ലം നീരാവിൽ വെച്ചാണ് നടക്കുന്നത്. ജനുവരി 28 ആരംഭിച്ച നാടകോത്സവം ഫെബ്രുവരി 2 സമാപിക്കുകയാണ്. അതിൽ നിരവധി നാടകങ്ങൾ, അതായത് 6ഓളം നാടകങ്ങൾ, മികച്ച ഇടുക്കി, തൃശ്ശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, മറ്റ് മേഖലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നാടകങ്ങൾ. അതിൽ അഗ്നി ശിഖം, തവിട്ട് പിത്തലാട്ടം, മാക്ബത്ത്, ദി ലാസ്റ്റ് ഷോ, വേല, മാടൻ മോക്ഷം, ഹരിതവിലാപം തുടങ്ങിയ 6 നാടകങ്ങൾ, ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നാടകങ്ങൾ ഈ 2-ാം തീയതിയോടുകൂടി ഇന്ന് നാടക മത്സരം അവസാനിക്കുകയാണ്. അതുമാത്രമല്ല, സിനിമയെപ്പറ്റി പറഞ്ഞത് പൊന്മാൻ എന്ന ചിത്രം കൊല്ലത്ത് തന്നെയുള്ള 4-5 ചെറുപ്പക്കാരുടെ അവരുടെ കൂട്ടായ്മ, മോന്തായം എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. നാടകവും മറ്റ് കലാപ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്ത് ER ഇന്ദുമോഹൻ എഴുതിയ 4-5 ചെറുപ്പക്കാർ എന്ന കഥയെ ആസ്പദമാക്കിയിട്ടുള്ള പൊന്മാൻ, ബേസിൽ ജോസഫും ഗോപുവും ദീപക് പറമ്പോളും ലിജോ മോളും ഒക്കെ ശരിക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള സിനിമ ഇപ്പോൾ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ തിയേറ്ററുകളിലും. നല്ല മികച്ച, അതായത് കൊല്ലത്തിൻ്റെ ആ കൊല്ലം കണ്ടവനില്ലം വേണ്ട എന്ന ചൊല്ല്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടൈറ്റിൽ സോങ് തന്നെ എന്ത് രസമാണ്. ലൈറ്റ് ഹൗസും നമ്മുടെ മണിമേടയും, ആ പാട്ടിൽ തന്നെ ചിന്നക്കടയും ചാമക്കടയും വലിയ കടയും പായ്ക്കടയും എല്ലാം ഉൾപ്പെടുന്നു. നല്ല രസമായി. പൊന്നിനും പെണ്ണിനും ഇപ്പോൾ വില കൂടുകയും വില ഇടിയുകയും ചെയ്യുന്ന കാലം അത് ഈ ചിത്രം സൂചിപ്പിക്കുന്നു. അതിനെ തുടർന്നുണ്ടാകുന്ന സംഘർഷങ്ങളും ഒക്കെയാണ് കഥ. അപ്പോൾ ഏതായാലും കൊല്ലത്തുകാർക്ക് മാത്രമല്ല, മലയാണ്മയ്ക്ക് മൊത്തം അഭിമാനിക്കാം. സാംസ്കാരിക പുരോഗതി നമുക്ക് നഷ്ടമായിട്ടില്ല. പൊന്മാൻ എല്ലാവരും കാണണം. അതുപോലെ തന്നെ നല്ല നാടകങ്ങൾ കണ്ട് പ്രോത്സാഹിപ്പിക്കണം. നാടകം തിരിച്ചു വരുന്ന കാലമാണിത്. താങ്ക് യു. ബൈ.